ഡിസംബർ 12 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഫ്രാൻസിസ് ജെയിൻ ഡെ ഷന്താൾ, ഗ്വാദലൂപ്പയിലെ ദിവ്യനാഥ, വിശുദ്ധ അബ്ര, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ എപ്പിമാക്കസ്, വിശുദ്ധ അമ്മോണാരിയ, വിശുദ്ധ മെർക്കൂരിയ, വിശുദ്ധ ഡിയോനീഷ്യ, ഗ്ലൻഡലൂഫിലെ വിശുദ്ധ കോൾമൻ, വിശുദ്ധ കൊളുംബ. ഗ്വാദലൂപ്പയിലെ ദിവ്യനാഥ. അമേരിക്കൻ വൻകരകളുടെയും പ്രത്യേകമായി മെക്സിക്കോയുടെയും മധ്യസ്ഥയും സംരക്ഷകയുമാണ് ഗ്വാദലൂപ്പയിലെ ദിവ്യനാഥ. മെക്സിക്കോ സിറ്റിയിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രം ലോകപ്രസിദ്ധമാണ്. 1531 ഡിസംബർ 9 ഡിസംബർ 12 ഇടയിൽ 4 പ്രാവശ്യം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആസ്റ്റക് മതവിശ്വാസിയായ ജുവാൻ ഡിഗോയ്ക്ക് മേരി പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ആദ്യ ദർശനത്തിൽ താൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് അവൾ അഭ്യർത്ഥിച്ചു. ഈ അഭ്യർത്ഥനയിൽ പ്രവർത്തിക്കാൻ പ്രാദേശിക ബിഷപ്പ് മടിച്ചു. ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡിസംബർ 9 മേരി രണ്ടാമതും ജുവാൻ ഡിഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മടങ്ങി വന്ന് ദേവാലയം നിർമ്മിക്കാൻ വീണ്ടും ശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. ഡിസംബർ 10 ബിഷപ്പിനെ വീണ്ടും കണ്ടു. ഈ സമയം ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകുന്നതിന് മുൻപ് ഒരു അടയാളം ആവശ്യപ്പെട്ടു. മേരി മൂന്നാമതും ജുവാൻ ഡിഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ബിഷപ്പ് ഒരു അടയാളം ആവശ്യപ്പെട്ടതായി പറഞ്ഞു. ഡിസംബർ 12 നാലാമതും പ്രത്യക്ഷപ്പെട്ടു. അവൾ കുന്നിൽ നിന്ന് റോസാപ്പൂക്കൾ ശേഖരിച്ച് ബിഷപ്പിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, മഞ്ഞുകാലമായിട്ടും കുന്നിൽ റോസാപ്പൂക്കൾ വിരിഞ്ഞു. കൂടാതെ റോസാപ്പൂക്കളുടെ ജന്മദേശം ബിഷപ്പിന്റെ ജന്മദേശമായിരുന്ന സ്പെയിനിലെ കാസ്റ്റൽ ആയിരുന്നു. അന്ന് ബിഷപ്പിനോടൊപ്പമുള്ള കണ്ടുമുട്ടലിൽ താൻ ടിൽമ തുറന്ന് ഡസൻ കണക്കിന് റോസാപ്പൂക്കൾ തറയിൽ വീഴാൻ അനുവദിച്ചു. അപ്പോൾ മേലങ്കിയുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന മേരിയുടെ ചിത്രം വെളിപ്പെട്ട് കാണപ്പെട്ടു. മറിയത്തിൻ്റെ ഈ ചിത്രം ഇപ്പോൾ ആരാധനാലയത്തിൽ ആരാധിക്കപ്പെടുന്നു. ഗ്വാഡലൂപ്പയിലെ ബസിലിക്കയിലാണ് ഇപ്പോൾ ആ ചിത്രമുള്ളത്. 1531 ഡിസംബർ 9 തെബയ കുന്നുകളിൽ വിശുദ്ധ ഹുവാൻ ദിയഗോയ്ക്ക് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫലമായുണ്ടായ തീർത്ഥാടന കേന്ദ്രമാണിത്. ആ ദേവാലയത്തിൽ മെക്സിക്കൻ ജനതയുടെ യാതനകൾ മറിയം ശ്രവിക്കുന്നു. അവരുടെ യാതനകളെ അവൾ സൗഖ്യമാക്കുന്നു. സന്ദേശം വിശ്വസിക്കുന്നതിന് അടയാളം ആവശ്യപ്പെട്ട മെത്രാന് ഹുവാൻ ദിയാഗോ ധരിച്ചിരുന്ന കള്ളിമുൾ ചെടിയുടെ ദാരുകൾ കൊണ്ടുണ്ടാക്കിയ മേലങ്കിയിൽ മാതാവിന്റെ മനോഹര ചിത്രം പ്രത്യക്ഷമായത് ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ്. ഹുവാൻ ദിയാഗോയുടെ അമ്മാവൻ ഹുവാൻ ബെർണദീനോയ്ക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ ദിവസങ്ങളിൽ ആകസ്മിക രോഗബാധിതനായിരുന്ന ബെർണദീനോയുടെ രോഗം ഭേദമാക്കിക്കൊണ്ട് ഗ്വാദലൂപ്പയിലെ പരിശുദ്ധ മറിയം എന്ന് ഞാൻ അറിയപ്പെടുമെന്ന് മറിയം സന്ദേശം നൽകി. ഹുവാൻ ദിയാഗോയ്ക്കുണ്ടായ ദർശനം അമേരിക്കൻ വൻകരയിൽ സുവിശേഷം കൂടുതലായി പ്രചരിക്കുന്നതിനിട നൽകി. ഹുവാന്റെ മേലെങ്കിൽ മുദ്രിതമായ ചിത്രം ഇന്നും കേടുകൂടാതിരിക്കുന്നു. മെക്സിക്കൻ ജനതയുടെ ദേശബോധത്തെ വളർത്തുന്നതിനും ഗ്വാദലൂപ്പയിലെ ദിവ്യനാഥയുടെ ചിത്രം കാരണമായിട്ടുണ്ട്. സൂര്യാഘാതത്താൽ ചുറ്റപ്പെട്ട ടർക്കോയ്സ് നിറത്തിലുള്ള ആവരണം ധരിച്ച തദ്ദേശീയവും യൂറോപ്യൻ സവിശേഷതകളും ഇടകലർന്ന ഒരു സ്ത്രീയുടെ ചിത്രം മെക്സിക്കോയുടെ ദേശീയ ചിഹ്നമായി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ദരിദ്രരോട് സ്നേഹാധിക്യം കാണിക്കുന്ന നല്ല ദൈവത്തിന്റെ സന്ദേശവാഹകയായി ഗ്വാദലൂപ്പയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടു. യാതനകൾ അനുഭവിക്കുന്ന എല്ലാ ജനതകൾക്കും തുണയായി മറിയം എപ്പോഴും സന്നിഹിതയാണ്. ഗ്വാദലൂപ്പയിലെ പരിശുദ്ധ കന്യകാമറിയമേ, ലോകത്തിന്റെ രക്ഷയ്ക്കായി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.